അപ്പോൾ നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോൻ്റെ തുടക്കം കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോരുത്. വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ എസ്പെഷ്യലി അവരാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. മൊത്തത്തിൽ ഈ ഒരു പോസ്റ്റ് നല്ല രീതിയിൽ നോക്കുന്നവരാണ് മൊത്തത്തിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കാനായിട്ടെല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്ത അവസാനം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിലവിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ഇപ്പോൾ സൈറ വഴി നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു മിഷൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് 10 ദിവസം കൊണ്ട് മുഴുവൻ പഠിപ്പിക്കാമെന്നല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫോട്ടോയിൽ തന്നെ കാണാൻ പറ്റും. വലിച്ചു വാരി പഠിക്കാതെ ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് അതിൽ വലിയൊരു സക്സസ് തന്നെ നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഈയിടെ ഒരുപാട് നമ്മുടെ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും എല്ലാ മേഖലയിലൂടെയും ഷെയർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിൽ പലരും വാങ്ങി പഠിച്ചതിൻ്റെ റിവ്യൂ തന്നെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതിനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് പല രീതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അത് നല്ല എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് അറിയാം, അങ്ങനെ ഒരു സംഭവം മൊത്തത്തിൽ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് BSFൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നോട്ടീസ് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസറി ഫോർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, AI ഇന്ന് നല്ല രീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് പറയുന്നതിന് കാരണമുണ്ട്, ഈ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫേക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിലൂടെ ഫേക്ക് നോട്ടീസുകളൊന്നും തന്നെ ഷെയർ ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ടേക്ക് ഷെയർ ചെയ്യില്ലെന്നല്ല പറയുന്നത്, അതായത് നമ്മൾ നേരെ എടുത്ത് ഷെയർ ചെയ്യുന്നല്ല. കാരണം ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ മാറും. കാരണം ഇതിൽ അടിക്കുന്ന നമ്മൾ സീലൊക്കെ വെക്കും, ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് വരുന്ന സാധനത്തിന് സീല് വരെ വെക്കും. ആ സീല് വരെ എക്സാക്ട്ലി കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുന്ന, നിങ്ങൾ ഇപ്പം നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് കാണുന്നുണ്ടാവും. പല ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് മറ്റൊരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ഞാനതിനെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധ കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈപ്പിൽ വരെ ഇന്ന് AI ഉപയോഗിച്ച് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുത്താനായിട്ട് പറ്റും എന്ന് പറഞ്ഞു വരുന്നതാണ്. സോ നമ്മളെന്തായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു നോട്ടീസ് നമ്മൾ സാധാരണ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്നൊന്നും കാണിക്കാറില്ല. ഇത് കാണിക്കാനുള്ള കാരണം, ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ഒറിജിനൽ ആണോ എന്ന് പോലും ചിലപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് കാരണം ഇത്ര നാളായിട്ട് നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI ആയിട്ട് ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. യാതൊരു അപ്ഡേറ്റും ഇല്ല. പെട്ടെന്ന് ഞാനൊരു നോട്ടീസ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇത് ഫേക്ക് ആണോ എന്നുള്ള രീതിയിൽ വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് എന്താ കാണുന്നതെന്നും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇപ്പോൾ ആ ഒരു പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള PDF ആണ് നിങ്ങൾ കാണുന്നത്. 22 Jan 2026 ആ സൈറ്റിൽ കണ്ട അതേ ഡേറ്റ് തന്നെ. അപ്പോൾ ആ ഒരു PDF ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് നോട്ടീസ് ദാറ്റ് എ ഫേക്ക്, അതായത് ഫേക്ക് ആയിട്ടുള്ളൊരു നോട്ടീസ്, ഡീറ്റെയിൽ ആയിട്ട് മൊത്തം വായിക്കാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേക്ക് ആയിട്ടുള്ള നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന 4 February 2026 മുതൽ 6 February 2026 വരെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സർക്കുലേറ്റിംഗ് ഓൺ, അതായത് വാട്സപ്പിലും അതുപോലെ തന്നെ അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ സർക്കുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പ്രചരിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ബീയിങ് സർക്കുലേറ്റിംഗ് ഓൺ വാട്സപ്പ് ആൻഡ് അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് പറഞ്ഞത്. അത് ഒരുപാട് അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലും കാര്യങ്ങളൊക്കെ അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ടാണ് അതിൽ വരാതിരിക്കുന്നത്. മറ്റ് പല സ്ഥലത്തും അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ടാവാം, അങ്ങനെ പോകുന്നുമുണ്ട്. പലരും അത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് BSF ആദ്യമായിട്ട് ഒഫീഷ്യലി നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ് BSF പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫേക്ക് നോട്ടീസായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുട്ടികൾ പാനിക് ആവാതിരിക്കാനും, അതായത് ഇപ്പോൾ നിങ്ങൾ പലരും ജോലിക്ക് പോകുന്നവരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും, ചിലവരുടെ മറ്റുള്ള എക്സാംസൊക്കെ അടുത്തവരുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ എക്സാം വന്നു എന്നൊരു ഫേക്ക് നോട്ടീസ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ ഡ്രോപ്പ് ചെയ്യും, അല്ലാതെ അത് തൽക്കാലം ഒന്ന് നിർത്തി വെക്കും. കാരണം ഇത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട് ജോലി ചിലപ്പോൾ ഒന്ന് ലീവ് എടുക്കും. എക്സാം ആകുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്തല്ല മറ്റെന്തെങ്കിലും വിചാരിച്ചാൽ അത് തൽക്കാലം അവിടെ, കാരണം ഈ ഒരു അവസരം ഇത്രയും നല്ല HCM അതുപോലെ തന്നെ ASI, പ്രത്യേകിച്ച് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അതുപോലെ തന്നെ ASI പോസ്റ്റിന് ഈ ഒരു അവസരം ഇനി കിട്ടണമെന്നില്ല. അതായത് ഇത്രയും നല്ല അവസരം ഇനിയിപ്പോൾ അടുത്ത് കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്, കിട്ടില്ലെന്നല്ല, അടുത്ത് കിട്ടണമെന്നില്ല. അത് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരുപാട് പേര് വലിയ വലിയ റാങ്കിലിരിക്കുന്ന കുട്ടികൾ വരെ ഈ ഒരു പോസ്റ്റിനെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. SI പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന, GDയിലൊക്കെ ഇരിക്കുന്നവർ ഈ ഒരു പോസ്റ്റിനെ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് മിനിസ്റ്റീരിയൽ ജോബാണ്, എല്ലാവിധ
ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടെന്ന മിനിസ്റ്റേറിയലുമാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിലും അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ASI എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പലരും ഈ ജോലിയിൽ തൽക്കാലം ലീവ് എടുക്കുകയോ അല്ല പരീക്ഷേൻ്റെ കാര്യങ്ങളൊന്നും മാറ്റി നിർത്തുകയോ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷ വന്നുമില്ല ഇപ്പുറത്തേത് പോവുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥ വരാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള നോട്ടീസുകൾ റിലീസ് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചധികം പോയിൻറ്റ്സ് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ പരീക്ഷാ ഡേറ്റിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്നറിയാം. അത് ഏകദേശം ഒരു ഇൻഫോർമേഷൻ ഞാൻ പറയാം, അതും ഒഫീഷ്യലായിട്ടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നോൺ ഒഫീഷ്യലായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പും എക്സാമിനേഷൻ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാത്തത് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തത് തോന്നിയത് കൊണ്ടാണ് ഷെയർ ചെയ്യാതിരുന്നത്. എനിവേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനത്തെ ഒരു നോട്ടീസും നോ സച്ച് നോട്ടീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ബോർഡർ സെക്യൂരിറ്റി, ഇങ്ങനത്തെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു നോട്ടീസും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF റിലീസ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവിധ ഇൻഫർമേഷനും കാര്യങ്ങളും എന്തിലൂടെ വരത്തുള്ളൂ, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് BSFൻ്റെ അതിലൂടെ വരത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോം ചെയ്യുന്നത് മറ്റൊരു വഴി ഇവിടെ പറയുന്നുണ്ട്. ഓൾസോ ഷെയർഡ് ഓൺ ദി ഇമെയിൽ ID ഓഫ് കാൻഡിഡേറ്റ്. നിങ്ങളൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഇതാവരുത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഒഫീഷ്യലി എല്ലാവർക്കും വന്നിട്ട് സൈറ്റിൽ വന്ന കാര്യം നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതിൽ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫേക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരു ഫ്രോഡാണ് സംഭവം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വെരിഫിക്കേഷൻ ഇൻഫർമേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ആർ ദെർഫോർ അഡ്വൈസ് ടു വെരിഫൈ ഇൻഫർമേഷൻ ഓൺലി ബൈ വിസിറ്റിംഗ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് മാത്രം ഒരു നോട്ടീസോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ അറിയില്ലെന്നാണെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് നിന്നോളൂ, നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സോഴ്സും കാര്യങ്ങളും ഇതുപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ട് തോന്നുന്നതാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പറയും. അല്ലെങ്കിൽ നോൺ ഒഫീഷ്യൽ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് എഴുതി നമ്മൾ പറയും നോൺ ഒഫീഷ്യലാണ്, പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴും നമുക്കറിയാവുന്നതാണ് നമ്മൾ നോൺ ഒഫീഷ്യൽ എന്ന് പറയുന്ന അധിക കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ ആർമീൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോൺ ഒഫീഷ്യലാണ്, പക്ഷേ ഈ ഒരു ഡേറ്റിൽ വരുമെന്ന് പറയുമ്പോൾ ആ ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ അതേ ഡേറ്റിലോ വന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നൊരു കാര്യം, ഈ ഒരു നോട്ടീസ് പ്രധാനമായിട്ടും BSF ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കൺഫ്യൂഷൻ, പാനിക്ക്, അതുപോലെ തന്നെ ഫ്രോഡിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് BSF ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ കണ്ടോ ഒരു സീലൊക്കെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സീലും ഈ സംഭവം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേക്കായിട്ട് നമുക്കല്ല ഫേക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവർ എന്തിനിത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഫ്രോഡിനായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ പരീക്ഷ എഴുതിയിട്ട് നല്ല രീതിയിൽ കയറരുത് എന്നുള്ളതിനായിരിക്കാം. കാരണം ഒരു ഫേക്ക് നോട്ടീസ് റിലീസ് ചെയ്ത് ഒരുപാട് പേര് ജോലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അതിലിരിക്കുമ്പോൾ അടുത്ത തവണ ഒഫീഷ്യൽ നോട്ടീസ് വന്നാലും ചിലപ്പോൾ ഫേക്ക് ആണോ എന്ന് കരുതി കുട്ടികൾ പഠിക്കാനിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല മെൻറ്റാലിറ്റിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ മേ ബി ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം കൃത്യമായിട്ട് എല്ലാ അപ്ഡേറ്റുകളും യാതൊരു വേർതിരിവും കാര്യങ്ങളും ഇല്ലാതെ ഇതിൻ്റെ സർക്കിളിൽ വരുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഈ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ മൊത്തം സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്ത് ചുറ്റി വലിഞ്ഞ് കൃത്യമായിട്ടൊരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതായത് ഇവിടെ BSFൻ്റെ HCM ആണെങ്കിലും ആർമി ആണെങ്കിലും അതുപോലെ തന്നെ നേവി ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള ഡിഫൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ നമ്മുടെ ചാനലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ യാതൊരു പാനിക്കോ കാര്യങ്ങളും വിചാരിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതിൽ നിങ്ങൾ പാനിക്കാവുണ്ട. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ കാര്യമാണ് ഇനി പറയാനായിട്ടുള്ളത്. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് നോട്ടീസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിന് മുമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നറിയില്ല, എൻ്റെ അടുത്ത് പലരും മെയിൽ അയച്ചിട്ട് പറഞ്ഞു BSF HCM അതുപോലെ തന്നെ ASIൻ്റെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമാണ്, അല്ലെങ്കിലും നമുക്ക് വ്യക്തം തന്നെയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റദ്ദ് ചെയ്യില്ല എന്നുള്ള കൃത്യമായിട്ട് ഞാനത് ക്യാൻസൽ ചെയ്യില്ല എന്നുള്ള കാര്യം വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം BSF തന്നെ ഇതിലൊരു ഔദ്യോഗികമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഫേക്കായിട്ട് നോട്ടീസ് വരുന്നുണ്ട്. എക്സാമിനേഷൻ എന്തായാലും മുമ്പോട്ട് നടക്കുമെന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. ഫെബ്രുവരി 6 മുതൽ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ചിലപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലായിരിക്കാം അല്ലെങ്കിൽ ഏപ്രിലായിരിക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമയം പോകാനുള്ളതൊന്നും ഞാൻ കാണുന്നില്ല. ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇത് ഒരു ഏകദേശ സമയമാണ് കേട്ടോ. അതിൽ മാറ്റം വരികയാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം.
അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിലല്ല, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ അത്ര നല്ല പോസ്റ്റാണ്, അതിനുവേണ്ടി നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. മുമ്പേ പഠിച്ചവർ അത്രയും നല്ല കാര്യമാണ് ചെയ്തത്, കാരണം അവർക്ക് മുമ്പോട്ടേക്ക് വലിയ ലോഡ് ഉണ്ടാവില്ല പരീക്ഷ നടക്കുമ്പോൾ. അപ്പം ബാക്കിയുള്ളവർ ഇനി പഠിക്കാൻ ആരെങ്കിലും തുടങ്ങിയിട്ടില്ലേ, നിങ്ങൾ പഠിക്കുകയും ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ASIക്ക് അപേക്ഷിച്ചവരാണെങ്കിലും ഇതിന് മുമ്പേ പഠനം തുടങ്ങിയവരാണെങ്കിലും എല്ലാവരും ടൈപ്പിംഗ് ടെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എക്സാം ഭൂരിഭാഗം ആൾക്കാർ പാസ്സായാലും ടൈപ്പിംഗ് ടെസ്റ്റിൽ ഒരുപാട് പേര് ഫെയിലാവുന്നൊരു കാഴ്ചകൾ നമുക്ക് മുൻ വർഷങ്ങളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മറ്റുള്ള HCM പോസ്റ്റുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യുക, ടൈപ്പിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോകുക. പഠനം ഒരു 100% പഠനത്തിന് നല്ലപോലെ തന്നെ കൊടുക്കണം. ഈ ഒരു സമയത്ത് 60 to ഏകദേശം 70% നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള സമയത്തിൽ നിന്ന് ടൈപ്പിങ്ങിൻ്റെ കാര്യം കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം സത്യത്തിൽ കൃത്യമായിട്ട് പറയേണ്ടത് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം കഴിഞ്ഞിട്ടേ നമുക്ക് ടൈപ്പിംഗ് ഉള്ളൂ, സത്യമാണ്. പക്ഷേ ടൈപ്പിങ്ങും നമ്മൾ അതുപോലെ തന്നെ നോക്കണം എന്നാണ് പറയാനുള്ളത്. സോ ഈ ഒരു കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് ക്ലാരിഫൈ ആയെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. പിന്നെ അതുപോലെ പറയാനുള്ളൊരു കാര്യമാണ്, BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ ASIക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുമുണ്ട്. നമ്മളെ PDF-ൻ്റെ റിവ്യൂ റേറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും ചാനലിലും ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതും ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. BSFൻ്റെ HCMൻ്റെ PDF മെറ്റീരിയൽ ASI ഉൾപ്പെടെ ASIൻ്റെയും PDF മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട.